ഇപ്പം നമ്മളെ ഒരാൾ ഇപ്പോൾ എന്ത് റിവ്യൂ കമൻറ്റ് എന്താണ് ഇപ്പോൾ ഞാൻ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്താലല്ലേ അത് എന്നെ എഫക്റ്റ് ചെയ്യുള്ളൂ. ഐ ഡോണ്ട് ഗിവ് ഇമ്പോർട്ടൻസ് ടു ദാറ്റ്. ആസ് ലോങ് ആസ് ഐ ഡോണ്ട് ഗിവ് ഇമ്പോർട്ടൻസ് ടു ഇറ്റ് ഡസ് നോട്ട് എഫക്ട് മീ. ശരിക്കും വേട്ടയാടിയിട്ടുണ്ട് പല കാര്യങ്ങളും. എങ്ങനെ എന്നുവെച്ചാൽ വിക്ടിമൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ തോന്നിയിട്ടുണ്ടോ ആക്ച്വലി അങ്ങനെ എന്തെങ്കിലും? ഇല്ല. ഐ മീൻ നമ്മുടെ ലൈഫിൽ നമ്മൾ എത്ര പേര് നമ്മളെ ഓരോന്നൊക്കെ പറയുന്നുണ്ട്. ഇൻ സോ ഇൻ ഓൾ യുവർ ലൈഫ് ലൈക്ക് ഫ്രം സ്കൂൾ ടിൽ നൗ ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ പേരൻസ് ആണെങ്കിലും ലൈക്ക് സോ മെനി തിങ്സ് ഹാവ് ഹാപ്പൻ ഇൻ യുവർ ലൈഫ് റൈറ്റ്. സോ അതൊക്കെ ആൻഡ് എസ്പെഷ്യലി സ്കൂളിലും കോളേജിലും ആ സമയത്താണ് ഞാൻ പഠിച്ചത് ഒരു ഗേൾസ് സ്കൂളിലായിരുന്നു, പിന്നെ ദുബായിൽ. അങ്ങനെ നാട്ടിൽ വന്നപ്പോഴാണ് കോഎഡ് സ്കൂളൊക്കെ വന്നത്. സോ ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ഫോർ മീ ടു ബോയ്സിൻ്റെ കൂടെ ആൻഡ് ദ ഹോൾ ഐഡിയ ഓഫ് ദം കമൻറ്റിങ് ഓൺ അസ്, ഈ ക്യാറ്റ് കോളിങ്ങും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യം ഭയങ്കര വിഷമമൊക്കെ വരുമായിരുന്നു. പിന്നെ അത് നമ്മൾ മൈൻഡ് ചെയ്താലല്ലേ നമുക്കത് നമ്മളതിൽ ഇതാവത്തുള്ളൂ. മൈൻഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്താ, നമ്മളത് തിരിച്ച് എടാ പോടാ എന്ന് പറയുമ്പോൾ അവർക്ക് പിന്നെ കുറച്ചുകൂടെ നമ്മുടെ അടുത്ത് പറയാനായിട്ട് ഇതുണ്ടാവും. മൈൻഡ് ചെയ്യാതെ പോയാലോ അവന് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവന് പോകും. കൂടുതൽ നമ്മൾ അറ്റൻഷൻ കൊടുക്കുമ്പോഴാണ് അവർ അറ്റൻഷന് വേണ്ടിയിട്ടാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത്. അതെ അതെ അതെ, അത് കൂടുതലും ഫേക്ക് ഐ ഡിയും കൂടിയായിരിക്കും. എല്ലാവർക്കും അത് പറ്റണമെന്നില്ല. എല്ലാവർക്കും ചിലർക്ക് ഇപ്പൊ സൈബർ ബുള്ളിങ് കാരണം ആത്മഹത്യ ചെയ്ത ആൾക്കാരുണ്ട്. There are so many people who have അവര് see അതാണ് that is അവിടെയാണ് where it is sad, where it becomes a criminal activity. അതൊരു ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണ് they should be serious. ഇപ്പം അതും ഏറ്റവും വിഷമം വരുന്ന ചെറിയ കുട്ടികളെ, അത് 12-year-old 13-year-old കിഡ്സ്. ഇപ്പം ന്യൂസിൽ നോക്കിയാൽ തന്നെ there are several kids, boys, girls എല്ലാം who are being victimized. അതിന് എന്താണ് who is going to take responsibility of that? Parents there should be some sort of an alert going to the parents. ഈ ചാറ്റ് GPT-യിലൊക്കെ ഡിപ്രഷനിലുള്ള കുട്ടികളൊക്കെ ദാറ്റ്സ് വൈ ഇറ്റ്സ് ഗെറ്റിംഗ് ക്രേസി. ഇപ്പോൾ ദ വേൾഡ് ഇസ് വേറൊരു ഡയറക്ഷനിലേക്ക് തന്നെയാണ് പോകുന്നത്. AI-യിൽ സംസാരിക്കുമ്പോൾ തന്നെ ഞാൻ ഈയിടെ ഞാൻ വായിച്ചതാ, AI-യിൽ ദറ്റ് ചൈൽഡ് വാസ് ഡിപ്രസ്ഡ്. പക്ഷേ ഇങ്ങനെ ഓരോന്നിങ്ങനെ അതിങ്ങനെ ചോദിക്കുകയാണ്, ഡു യു വോണ്ട്, ഹാവ് യു തോട്ട് അബൌട്ട് ഇറ്റ്, എങ്ങനെയാണ് സൂയിസൈഡ് ചെയ്യാൻ പ്ലാൻ ചെയ്തേക്കുന്നത്, അത് തോട്ട് കൊടുത്തിട്ട് ദാറ്റ് ചൈൽഡ് കമ്മിറ്റഡ് സൂയിസൈഡ് ആഫ്റ്റർ ദാറ്റ്. സോ ആ ഒരു ഇത് അമേരിക്കയിൽ ഒരു ആപ്പാണ്. അപ്പോൾ ഇതൊക്കെയാണ് വേർ ദേ ഷുഡ് പീപ്പിൾ ഹാവ് ടു ടേക്ക് ഇറ്റ് സീരിയസ്. ഇറ്റ്സ് ഗോയിങ് ഇൻ എ വെരി ഡേഞ്ചറസ് ഡയറക്ഷൻ. നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ വേ സോഷ്യൽ മീഡിയ ആൻഡ് ഓൾ ദീസ് നമ്മൾ ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കും തോറും സോ there should be some sort of a control. പക്ഷേ കമ്മിങ് ബാക്ക് ടു ആ മൂവി, ഇതൊരു ചെറിയ വളരെ ചെറിയ രീതിയിലാണ് ഇതിൽ പറയുന്നത്. ഇതൊരു ഗ്രാമപ്രദേശത്തിൽ, ഐ മീൻ ലൈക്ക് എന്ന ഏർബൻ ഏരിയയിൽ ഒരു നടക്കുന്ന ഒരു സ്ത്രീക്ക് ഷീസ് ബീങ് ടാർഗറ്റഡ്. പിന്നെ അവരെ എന്ന് വെച്ചാൽ അവർ ഓഫീസിൽ പോകുന്ന ആൾക്കാർ അവരൊക്കെ കാണുന്നു, ഫീൽ ചെയ്യുന്നു. ഇനീഷ്യലി ഷീസ് അപ്സെറ്റ്. പക്ഷേ അതിനെ ഏറ്റവും കൂടുതൽ അപ്സെറ്റ് ആവുന്നത് ലൈക്ക് വെൻ യുവർ ഫാമിലി മെമ്പേഴ്സ് ഓൾസോ, അവർ നമ്മളെ ഇതിൽ കാണുമ്പോഴാണ്. അവർ അഫക്റ്റ് ആവുമ്പോൾ എന്ത് തോന്നും, ആ ഒരു ഇതാണ് യൂഷ്വലി ആൾക്കാർക്ക് ആ ഒരു ഷെയിം. അത് ഓൺലി പീപ്പിൾ ദേ ഷുഡ് കം ടുഗെദർ ആൻഡ് ഇതൊക്കെ അതൊരു വലിയ കാര്യമല്ല. എല്ലാവരും ഒരു സമൂഹത്തിൽ ദേ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അങ്ങനെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരാൾ ഇൻ കേസ് ഇഫ് യു നോ എനിവൺ ഹു ഈസ് ബീങ് വിക്ടിമൈസ്ഡ് ലൈക്ക് ദാറ്റ്. തീർച്ചയാണ് എല്ലാവരും കൂടെ ഒന്ന് ഇത് എന്നാ വെച്ചാൽ ഈ സിനിമയിൽ വന്നപ്പോൾ, ഈ സിനിമയെ കുറിച്ച് ചോദിച്ചപ്പോൾ തന്നെ ഇത്രയും പറയുന്നുണ്ടെങ്കിൽ സത്യസന്ധമായ രീതിക്കാണ് ഈ സിനിമയുടെ ഒരു യാത്ര എന്ന് എനിക്ക് മനസ്സിലാവുന്നു. നമുക്കിത് മനസ്സിലാക്കിയെടുക്കണം. പ്രേക്ഷകർ ഇതെങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത് നമുക്കറിയില്ല. പക്ഷെ ഇങ്ങനെ ഇതിന് പെട്ടുപോയ ഒത്തിരി സ്ത്രീകളും പുരുഷന്മാരുമുണ്ട്. സ്ത്രീകളോടൊപ്പം തന്നെ പുരുഷന്മാരും ഇങ്ങനത്തെ കേസുകൾ പെട്ടുപോയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റി എഴുതാൻ പറ്റുന്ന ഒരു നല്ല മെസ്സേജും കൂടെ ഉള്ള ഒരു സിനിമയാണ് ഐഡിയ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിലിപ്പോൾ എന്ന് വെച്ചാൽ ഞാനിതിനെ വളരെ പേഴ്സണലായിട്ട് എടുക്കും. ഈ സിനിമയിൽ വളരെ പേഴ്സണലായിട്ട് എടുക്കും. ദിവ്യ ഒരു പോയിന്റിൽ എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, ഇത് നമുക്കിത് തുടക്കത്തിൽ ഇത് വളരെ ഷെയിം, അപമാനം അല്ലെങ്കിൽ നാണക്കേട് എന്നാണല്ലോ നമുക്ക് ഏറ്റവും ഇതുണ്ടാവുന്നത്. അഭിമാനം, നാണക്കേട് എന്നൊക്കെ പറയുന്ന ഒരു സാധനം ആൾക്കാർ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നുണ്ടോ, ഇത് നമ്മൾ അറിയുന്നുണ്ടോ? ഈ നാണക്കേട് ഉണ്ടാവുന്ന
ഈ നേരത്തെ പറഞ്ഞ ഷെയിം ഉണ്ടാവുന്ന ഒരു അവസ്ഥയിൽ ചിലപ്പോൾ ആ ഒരു പോയിന്റ് ചിലപ്പം ആത്മഹത്യ വരെ ചെയ്താലോ എന്നൊക്കെ തോന്നിപ്പോവും. അതൊന്ന് ഓവർകം ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭയങ്കര ഒന്ന് സ്ട്രോങ് ആയി നമ്മൾ തീരുമാനം എടുക്കും. ഇതിനൊക്കെ എന്തിനാ ഇതല്ലല്ലോ നമ്മുടെ ജീവിതം, ഇത് ഇങ്ങനെ ഒരു സാധനം വന്നുകൊണ്ടോ, ഒരാൾ നമ്മുടെ സൈബറിൽ അല്ലെങ്കിൽ ഇങ്ങനെ ബുള്ളി ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടോ ഇത് റിയൽ അല്ല എന്ന്. അപ്പം ദിവ്യ, ഞാനൊരു പോയിന്റിൽ ഞാൻ വളരെ വൾണറബിൾ ആവുകയും ഞാൻ ഇതിന്റെ പുറകെ തന്നെയാണെന്ന് അറിയുന്ന സമയത്ത് ദിവ്യ എന്നോട് പറയുന്ന സാധനമാണ്, നമുക്കറിയാലോ ഇത് നമ്മളല്ല, പിന്നെ എന്തിനാ ഇതിന്റെ പുറകെ. പക്ഷെ പുറത്ത് വരാൻ പറ്റാത്തത് എനിക്കാണ്, ഇതിൽ നിന്ന് അതിന്റെ ഹാങ് ഓവർ ഉണ്ടായത് എനിക്കാണ്. അപ്പൊ അവസാനം വരെ എനിക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റിയിട്ടില്ല. കാരണം അവിടെ എഫക്റ്റഡ് ആയത് ശരിക്കും ദിവ്യേനേക്കാൾ എഫക്റ്റഡ് ആയത് ഈ സിനിമയിൽ ഞാനാണ്. ഓക്കെ, ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ദിവ്യ ഒരു കാരണം അത്തരത്തിൽ മൈൻഡ് സെറ്റ് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ പലർക്കും അല്ലെങ്കിൽ എല്ലാവർക്കും അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് ഈ സിനിമയിൽ ഈ ക്യാരക്ടർ എടുത്ത പോലെ തീരുമാനം എടുത്തിട്ട് എല്ലാവർക്കും പറ്റണമെന്നില്ല. ചിലർ ഭയങ്കര മെന്റലി ഭയങ്കര വീക്കായിരിക്കും. അവർക്ക് അങ്ങനെ ഒരു ഘട്ടത്തിൽ ചിലപ്പം ഒന്നും എന്താ പറയണ്ടേ, ഒരു കടുങ്കൈ അങ്ങ് അല്ലെങ്കിൽ ഇതോടെ അങ്ങ് ജീവിതം അവസാനിപ്പിച്ചേക്കാൻ തോന്നും. ഒരു സെക്കൻഡ് മതി. അപ്പൊ ആ ഒരു സാധനം അങ്ങ് ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ അപ്പം കൃത്യമായി നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾക്കായിക്കോട്ടെ, അതായത് ഇതിനൊന്നും ഒരു കൃത്യമായിട്ട് സോഷ്യൽ മീഡിയനെ എങ്ങനെ യൂസ് ചെയ്യണം ഇതിനെ പറ്റിയിട്ടൊന്നും ഒരു കൃത്യമായിട്ടുള്ള ട്യൂട്ടോറിയലോ അല്ലെങ്കിൽ ഒരു ഇതോ അവയർനെസ് ഒന്നും കുട്ടികൾ കൊടുക്കുന്നില്ല. ഇപ്പം നമ്മളൊരു കാലത്ത് പറയും ചെറിയ കുട്ടികൾക്ക് ഇപ്പം ഗുഡ് ടച്ച് ബാഡ് ടച്ച് പറഞ്ഞു കൊടുക്കുന്നു, അല്ലെങ്കിൽ സെക്സ് എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ ഇതൊക്കെ പറയുന്ന പോലെ തന്നെ അതോടൊപ്പം തന്നെ ഇന്ന് കുട്ടികൾക്ക് കൃത്യമായിട്ട് ഈ ഫോൺ യൂസേജിനെയും സ്ക്രീൻ ടൈം യൂസേജിനെ കുറിച്ചും ഇതിനെക്കുറിച്ചൊക്കെ കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള അവയർനെസ്സും ഇതിൽ കാണുന്ന നിങ്ങൾ കാണിച്ച ഇതൊക്കെ വേറൊരു ലോകമാണെന്നുള്ളതും അല്ലെങ്കിൽ ഇതിൽ വരാൻ പോകുന്ന നിങ്ങൾ പലതരത്തിലെ ആൾക്കാരെ കണ്ടുമുട്ടുന്നുള്ളതും. കാരണം ഒരു ചെറിയ വീട്ടിൽ നമ്മൾ വളരെ ലാളിച്ചും ഇതാക്കിയിട്ടുള്ള കുട്ടിയായിരിക്കും. ആ കുട്ടീനെ ഒരു പെട്ടെന്ന് ഒരു സാധനം ഒരാൾ ചെറിയ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാക്ക്, ഒരു നോവ് അല്ലെങ്കിൽ കുത്തുവാക്ക് പറയുന്ന സമയത്ത് ആ കുട്ടിക്ക് പെട്ടെന്ന് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു റീൽ ഇട്ടു, ഒരു സാധനം ഇട്ടു, നല്ല കമൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്, ഏതെങ്കിലും ഒരു സാധനത്തിനകത്ത് മോശം എന്തെങ്കിലും ഒരു കമൻറ്റ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ കുട്ടിക്ക് അത് സഹിക്കാൻ പറ്റില്ല. കാരണം ഈ ലോകത്തായിപ്പോയി ഇവരുടെ ലൈഫ് ഇതിനകത്തായിപ്പോയി. ഇവരുടെ ലൈഫ് ഈ പറയുന്ന കമൻസും ലൈക്സും മാത്രം ചിന്തിച്ച് അതാണ് ഇവരുടെ ലൈഫിൻ്റെ ഭാഗമായി മാറി. ഇത് മാത്രം ആലോചിച്ച് അതിലൊരാൾ മോശം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് വീണു പോവുകയും അതിൻ്റെ പേരിൽ നമ്മളിത് ജീവിതം അവസാനിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്തൊക്കെ ചെയ്യണം. നമ്മളൊന്നും ഇന്ന് ജീവനോട് ഇരിക്കുന്ന ആൾക്കാരല്ല അല്ലേ, സ്വാഭാവികം നമ്മൾ അറിയാലോ. കാരണം വെച്ചാൽ നമ്മളത് ഒരു പോയിന്റ് വരെ ഇപ്പം നമ്മളെ പറ്റി ആയിക്കോട്ടെ, നമ്മൾ ആസ് ആക്ടേഴ്സ് അല്ലെങ്കിൽ അറിയുന്ന ആൾക്കാരെ നമ്മളിതിനെ പേഴ്സണലായിട്ട് എടുക്കുന്നില്ല. നേരത്തെ ദിവ്യ പറഞ്ഞ പോലെ ഞാൻ എന്നെ പറ്റി വായിക്കുന്ന കമൻറ്റുകളൊക്കെ ഞാൻ വളരെയധികം ഒന്നുകിൽ നോക്കാതിരിക്കുക, അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യുക, ദിവ്യ പറയാം, അല്ലെങ്കിൽ നമ്മൾ ആസ്വദിക്കുക. ഞാൻ ഇതിനെ ആസ്വദിക്കുന്ന ഒരാളാണ്. എന്നെ പറ്റി കുറ്റം പറയുന്നവരായിക്കോട്ടെ, ഇതായിക്കോട്ടെ, ആ കുറ്റം പറയുന്നവരെ പറ്റി വരെ അവരുമായിട്ട് വരെ ഒരു സൗഹൃദം ഉണ്ടാക്കിയ ആളാണ് ഞാൻ. ഓക്കെ, മനസ്സിലായില്ലേ? കാരണം നമുക്ക് ഇവരോട് അത് ചീത്ത വിളിക്കുന്ന, നേരത്തെ പറഞ്ഞ ഇതിൽ പറയുന്ന ഡിസ്കസ് ചെയ്യുന്ന വിഷയം വേറെയാണ്. കാരണം ഇതിനകത്ത് ഇപ്പോൾ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫോട്ടോ ഇത് സ്വാപ്പ് ചെയ്തിട്ട് ഇത് ചെയ്യുന്നതൊക്കെ അത് കുറച്ചുകൂടെ എന്താ പറയണ്ടേ, വലിയ ക്രിമിനൽ ആക്ടിവിറ്റി, ഒഫൻസ് ആണ്. പക്ഷേ നേരത്തെ പറഞ്ഞ ഒരു കമൻറ്റോ ഒരു ചീത്ത വിളിയോ അല്ലെങ്കിൽ ഒരു ഇത് ചെയ്യുന്ന സാധനമൊക്കെ പറയുന്ന ആൾക്കാരെ നമ്മൾ ഇവനൊക്കെ എന്താ നമ്മളതിനെ ഇഗ്നോർ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇത്തരത്തിൽ. പക്ഷെ അതിന്റെ പേരിൽ പോലും ആത്മഹത്യ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു കമന്റിന്റെ പുറത്തു പോലും. അത്തരത്തിലുള്ള ആൾക്കാർ ശരിക്കും ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇതുപോലത്തെ ആൾക്കാർക്ക് ശരിക്കും ഒരു ട്യൂട്ടോറിയലോ എന്തെങ്കിലും ഒരു സാധനം ഇതിന്റെ യൂസേജിന് മുന്നേ കൊടുക്കേണ്ടത് ഇന്നത്തെ അതറിയാവുന്ന ആൾക്ക് മസ്റ്റായിട്ട് നമ്മൾ ഇതില്ലെങ്കിൽ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.